ഇന്നുണ്ടല്ലോ ഞാൻ എൻ്റെ കയ്യിലുള്ള ജേർണൽ ബുക്സൊക്കെയാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പോൾ അതെല്ലാം ഞാനിത് ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പോൾ ഒരു 7 ബുക്കുണ്ട്. 3 ചെറിയ ബുക്കും അതേപോലെ തന്നെ 4 വലിയ ബുക്കുമായിട്ടാണ്. ഇതൊക്കെ ഞാൻ പരമ്പരാഗതമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എൻ്റെ ഒരു സാമ്രാജ്യമാണ്. കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് ഈ ഒരു ബ്ലാക്ക് ബുക്കാണ്. ഇത് ഞാൻ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ സമയത്ത് ബൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കാണ്. സ്വന്തമായിട്ടൊരു ബുക്ക് ബൈൻഡ് ചെയ്തുണ്ടാക്കിയത് കൊണ്ടാവാം പിന്നെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഈ ബൈൻഡ് ചെയ്ത ബുക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഈ ഒരു ബ്ലാക്ക് ബുക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇതിനൊരു എലാസ്റ്റിക് ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള എല്ലാ ബോഗൺവില്ല അതിൻ്റെ ഉള്ളിൽ കുത്തി നിറക്കലായിരുന്നു എൻ്റെ പരിപാടി. ഇനി കാണിക്കാൻ പോകുന്ന 2 ബുക്ക് ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് മേടിച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയി കാണുള്ളൂ. ഈ 2 ബുക്കും ഗ്രിഡ് ലൈൻസ് ആണ് കേട്ടോ. ഒന്ന് ഞാൻ ജേർണൽ കിറ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയതായിരുന്നു. മറ്റേത് ഞാൻ ഓഫ്ലൈനായിട്ട് മേടിച്ചതാണ്. എനിക്ക് ആ ഒരു ബുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് എനിക്ക് അതിൽ സ്പ്രെഡൊന്നും ചെയ്യാൻ തോന്നൂല. പിന്നെ ആ ജേർണൽ കിറ്റിൽ കിട്ടിയ ബുക്കിൻ്റെ ബാക്കിൽ ഞാൻ പിക്സൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള എല്ലാ ബുക്കുകളിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇത് ഈ ഒരു ബുക്കാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബുക്കിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജേർണൽ തൊട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്പ്രെഡ് വരെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു ബുക്കാണ് കേട്ടോ. ഇത് ഇനി ഏകദേശം ഒരു 5-6 പേജും കൂടെ ഉള്ളൂ കഴിയാൻ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു ഫ്ലിപ്പ് ആൻഡ് ത്രൂ ഇടാം. ഈ ബുക്കിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജേർണൽ ചെയ്തത്. ഇതാണ് നമ്മുടെ 7ാമത്തെ ബുക്ക്. ഇതിൽ ഞാൻ അങ്ങനെ സ്പ്രെഡൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. മറ്റേ ബുക്ക് കംപ്ലീറ്റ് ആയാലേ ഇതിൽ തുടങ്ങുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.